പ്രിയമുള്ളവരെ, ഗുരു ചൈതന്യ ട്രസ്റ്റിന്റെ 22ാമത് വാർഷിക പൊതുയോഗം ആരംഭിക്കുകയാണ്. ഈ വാർഷിക പൊതുയോഗത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ട്രസ്റ്റിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ വി.കെ. കമലാസൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദ്യമേ നമുക്ക് ഭദ്രദീപം തെളിയിച്ച് ദൈവദർശനം ചൊല്ലിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ പരിപാടികളിലേക്കും കടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരിക്കുക. നമ്മൾ ദീപം തെളിയിച്ച് പ്രാർത്ഥന ചൊല്ലിയിട്ടാണ്. പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി പ്രകാശ് സാർ പറയും. അവരെ മുമ്പോട്ട് മൈക്കിനടുത്തേക്ക് വരണം. ഏതൊരു നല്ല കാര്യങ്ങൾക്കും നിലവിളക്ക് കൊളുത്തിക്കൊണ്ട്, ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഈശ്വര ആരാധന നമ്മുടെ മനസ്സിലും സമൂഹത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ആഘോഷ പരിപാടികളെ തിളക്കമുള്ളതാക്കി തീർക്കാനും ദൈവാനുഗ്രഹമുള്ളതാക്കി തീർക്കാനും ദൈവദശകം ആലപിക്കുന്നതിനായും രമ്യ കലേഷ്, വിദ്യാപ്രകാശ്, കീർത്തന കലേഷ് എന്നിവരെ ക്ഷണിച്ചു. എന്തോ പ്രകാശാന്റെ അമ്മയുണ്ട്. അമ്മയെ മറുപടി ചേച്ചിങ്ങളെ അങ്ങനെ ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിന്നു ഞങ്ങളെ. നാവിതന്നി ഭാവാർത്തിക്കോരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടും ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാവണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ എനിക്ക് സായുജ്യം നൽകുവാനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും ലോതും മൊഴിയും ഓർക്കു നീ. അകവും പുറവും തിങ്ങും മഹിമാവർണ്ണനിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ്. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവാദിനവനാരായണ. ജയിക്കുക ശിവാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേറും നിൻ മഹസ്സാവാടിയിൽ ഞങ്ങളാകവേ. വാഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. നമ്മുടെ ഈ ധന്യമായ യോഗത്തിന് സ്വാഗതം
ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഗുരുചൈതന്യ ട്രസ്റ്റിൻ്റെ അംഗവും ഈ കുടുംബനാഥനും ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ആതിഥേയനുമായ പ്രിയപ്പെട്ട കലേഷ് രാജുവിനെ ക്ഷണിക്കുന്നു. ഏറെ ആദരണീയനായ നമ്മുടെ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് യോഗാധ്യക്ഷനുമായ പ്രിയപ്പെട്ട കമൽ സാറ്, നമ്മുടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്താമെന്ന് ഏറ്റിരിക്കുന്ന പ്രിയപ്പെട്ട കോമളൻ ടീച്ചർ, പ്രിയപ്പെട്ട ശാഖായോഗത്തിൻ്റെ ആദരണീയനായ സെക്രട്ടറി ഷൺമുഖദാസ്, ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ഷായി ചേർന്ന്, വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രകാശ് സാറ്, ട്രഷറർ PC, പ്രിയപ്പെട്ട ട്രസ്റ്റ് മെമ്പർമാർ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മൾ 22ാമത് വാർഷികമാണ് ഇവിടെ ഇന്ന് ആഘോഷിക്കുന്നത്. 22ാമത് വാർഷികം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ പങ്കെടുത്ത ആളുകൾക്കെല്ലാം അറിയാം, നമ്മൾ നല്ല ഭംഗിയായിട്ട് ഓരോ വീടുകളിലും വാർഷികാഘോഷങ്ങൾ എല്ലാം ആദ്യാവസാനം എല്ലാവരും സഹകരിച്ച് നല്ല ഭംഗിയോടുകൂടി ആഘോഷിക്കുന്നതിനും ഉള്ള പ്രവർത്തനങ്ങളും അതുപോലെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും എല്ലാം നല്ല ചിട്ടയോടുകൂടി നമ്മുടെ നേതൃത്വത്തിൻ്റെ എല്ലാം ഒരു ചിട്ടയായ ഒരു പ്രവർത്തനം കൊണ്ട് നമ്മൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. നമ്മൾ ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്ന കാലത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേലച്ചൂട് മേഖലയിലും നമ്മുടെ ഈ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വിവിധ മേഖലകളിലായിട്ട് പല സംഘങ്ങളും അതുപോലെ പല പ്രവർത്തനങ്ങളും ഒക്കെ രൂപപ്പെടുകയും അത് കുറച്ച് നാളുകൾ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ അത് നിന്നുപോവുകയും സാമ്പത്തികത്തിൻ്റെ പ്രശ്നവും അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിന്നുപോവുകയും ഒക്കെ ഉള്ളൊരു പ്രശ്നങ്ങളോട് കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ട്രസ്റ്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കമൽ സാറ് 22 വർഷമായിട്ട് പ്രസിഡന്റായിട്ട് തുടരുന്നു. നല്ല ചിട്ടയായ ഒരു നേതൃത്വം ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ആളുകൾ ആദ്യ അവസാനം പങ്കെടുക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളും എല്ലാ മാസങ്ങളിലുള്ള മീറ്റിങ്ങുകളിൽ കൃത്യമായി പങ്കെടുക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളും എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണിത്. എല്ലാ കുടുംബാംഗങ്ങൾക്കും വന്ന എല്ലാവർക്കും സന്തോഷമുണ്ട്. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യം തന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട കമൽ സാറ് നമ്മളെ നല്ല ഭംഗിയായിട്ട് ചിട്ടയോടുകൂടി എല്ലാം കർക്കശമായി പറയേണ്ടവരോട് കർക്കശമായി തന്നെ പറഞ്ഞ് അത് നമ്മുടെ സംഘം കഴിഞ്ഞിറങ്ങുമ്പോൾ മുഖത്തൊരു ചിരിയും തോളിൽ തട്ടൊക്കെ ആയിട്ട് സ്നേഹത്തോടു കൂടി പിരിയുന്ന ആ ഒരു സംവിധാനം നിലനിർത്തിക്കൊണ്ടു പോകുന്ന പ്രിയപ്പെട്ട കമൽ സാറിനെ എൻ്റെ പേരിലും ഈ ഗുരുചൈതന്യ ട്രസ്റ്റിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ കോമളൻ ടീച്ചറാണ് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്താമെന്ന് ഏറ്റിരിക്കുന്ന പ്രിയപ്പെട്ട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കോമളൻ ടീച്ചറാണ്. കോമളൻ ടീച്ചർ ഒരു മരണവീട്ടിൽ തട്ടേക്കണിയിൽ പോകുന്നു എന്ന് 5:45 പറഞ്ഞായിരുന്നു. ഏതാനും നിമിഷങ്ങളിൽ എത്തും. കോമളൻ ടീച്ചറിനെയും നമ്മുടെ മോന്താ സാറ് നേരത്തെ നമ്മുടെ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, ഇടക്കാലം കൊണ്ട് വിട്ടുപിരിഞ്ഞു പോയി. എങ്കിലും കോമളൻ ടീച്ചറിനെയും നമ്മുടെ ഈ മീറ്റിങ്ങിലേക്ക് എൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രകാശ് സാറ് നമ്മൾ ഈ പ്രാവശ്യം പുതിയൊരു ചിട്ടിയൊക്കെ തുടങ്ങിയവരും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണല്ലോ. ആ ചിട്ടിയുടെ ഒരു മേൽനോട്ടം പ്രകാശ് സാർ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രകാശ് സാറിനെ എൻ്റെ പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി ഷൺമുഖദാസാണ്. ഞങ്ങൾ കുറച്ച് 2ാം ടൈമാണ് ശാഖായോഗത്തിൻ്റെ ഭരണസമിതിയിൽ സെക്രട്ടറി പ്രസിഡന്റുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഭഗവാന്റെ നിയോഗം പോലെ ഞങ്ങൾ 2 വർഷമായി 2 ടീമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും കൂട്ടത്തിൽ ഭഗവാന്റെ കൃപ കൊണ്ട് ഒരു നിയോഗം പോലെ ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്നു. ശാഖായോഗത്തിൻ്റെ സെക്രട്ടറിക്ക് എൻ്റെ പേരിലും നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ട്രസ്റ്റിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട ഷായി ചേട്ടനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ മെമ്പർമാർക്കെല്ലാം അറിയാം. കണക്ക് നല്ല കൃത്യമായി വായിക്കുകയും റിപ്പോർട്ട് എല്ലാ മാസവും കൂടുന്ന മീറ്റിങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഷായി ചേട്ടന്
നമ്മൾ നിങ്ങൾക്കെല്ലാം ഓരോരുത്തരും അറിയാം, കൃത്യമായി മുന്നോട്ട് പോകുന്നു. ആ ചിട്ടയായ ക്രമം മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ആ കണക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി മുന്നോട്ട് പോകുന്നു. ആ പ്രിയപ്പെട്ട കണക്ക് കൈകാര്യം ചെയ്യുന്നതിലും എല്ലാ കാര്യങ്ങൾക്കും ഷൈചേട്ടൻ നല്ല ഭംഗിയായിട്ട് നമ്മുടെ അംഗങ്ങളെ ഓരോ മീറ്റിങ്ങുകൾ വിളിച്ചറിയിക്കുന്ന കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ആ പ്രിയപ്പെട്ട ഷൈചേട്ടനും എൻ്റെ പേരിലും പ്രസിഡന്റ് പേരിലും സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ട്രഷറർ, പ്രിയപ്പെട്ട ജിൻഡോ PC, നമ്മളെല്ലാം ചിഹ്നെന്ന് വിളിക്കും. പ്രിയപ്പെട്ട ചിഹ്നനെ നമ്മുടെ ഷായിച്ചറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ട്. കഴിഞ്ഞ ടൈമിൽ സെക്രട്ടറി ആയിരുന്നു. പ്രിയപ്പെട്ട ചിഹ്നനെയും എൻ്റെ പേരിലും പ്രസിഡന്റ് പേരിലും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഓരോ ട്രസ്റ്റ് മെമ്പർമാരെയും ഈ കടന്നു വന്ന നമ്മുടെ ജോഷി ഫാമിലി, അതുപോലെ തിരുവാതിര കളിക്കാനായിട്ട് എത്തിയിരിക്കുന്നവർ, നമ്മുടെ എൻ്റെ അയൽവാസിയായ പ്രിയപ്പെട്ട ജോൺസൺ സാറ്, ഭാര്യ, മക്കള്, എല്ലാവരെയും എൻ്റെ പേരിലും ഈ ട്രസ്റ്റിൻ്റെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. കഴിഞ്ഞ 22 വർഷങ്ങളായി ട്രസ്റ്റിനെ തിളക്കമാർന്ന രീതിയിൽ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ആദരണീയനായ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ VK കമലാസൻ സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ സഹയോഗത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് കലേഷ്, പ്രിയമുള്ള ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രകാശ് സാറ്, സെക്രട്ടറി ഷാജി, ഖജാൻജി ചിന്നൻ, ജിൻഡോ PC, പ്രിയമുള്ള എൻ്റെ കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ 22 വർഷത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. അത് ഇന്നലെ വൈകുന്നേരം നടന്ന ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ അവസാനത്തെ പൊതുയോഗം ഇന്നലെ വൈകിട്ട് ഇവിടെ തന്നെ ഈ വീട്ടിൽ തന്നെ വെച്ച് നടന്നു. അങ്ങനെ ഇന്നലെ വൈകിട്ട് കൊണ്ട് 22 വർഷത്തെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് യഥാർത്ഥത്തിൽ ഇന്ന് 23ാമത്തെ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്. നമ്മൾ വാർഷികം ആഘോഷിക്കുകയാണെങ്കിൽ പോലും ഇന്ന് 23ാമത്തെ പിറന്നാൾ കൂടിയാണ്. 22 വർഷം പൂർത്തിയാക്കി 23ാമത്തെ പിറന്നാളാണ് ഇന്ന് നമ്മളുടേത്. 22 വർഷത്തെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ. അത് എല്ലാ പ്രാവശ്യവും വാർഷികാഘോഷത്തിൻ്റെ തലേ ദിവസമാണ് നമ്മളുടെ പൊതുയോഗം കൂടുന്നത്. അങ്ങനെ കൂടി പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്ത് തർക്ക വിതർക്കങ്ങൾ ഒന്നുമില്ലാതെ ഏകകണ്ഠമായ തിരഞ്ഞെടുപ്പ് നടത്തി നമ്മൾ 23ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ച് ഇന്ന് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരേ സമയം വാർഷികാഘോഷവും അതേസമയം തന്നെ പുതുവർഷാരംഭവും കൂടിയാണ്. സാധാരണഗതിയിൽ ഡിസംബർ 31-ന് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഒരു കലണ്ടർ വർഷം പോലെ തന്നെ ജനുവരിയിൽ ആദ്യം പൊതുയോഗം നടത്തി നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. പക്ഷേ എന്നാൽ ഇപ്രാവശ്യം ഒരു ചെറിയ മാറ്റം വന്ന് ഇന്നിപ്പോൾ ഫെബ്രുവരി മാസം 8-ാം തീയതിയായി. ഈ പൊതുയോഗം നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു അല്പം കാലതാമസം നേരിട്ടു. അത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ, മറ്റു പല തിരക്കുകൾ കാര്യങ്ങൾ കൊണ്ട് ഓരോരുത്തർക്കും ഓരോ സന്ദർഭത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് നീണ്ടു പോയി നമ്മളുടെ ഇന്ന് ഈ യോഗം നടക്കുന്നത്. ഇവിടെ സെക്രട്ടറി ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഒരുപക്ഷെ ഇങ്ങനെ ചിട്ടയായ പ്രവർത്തനം നടക്കുന്ന ഇടുക്കി ജില്ലയിലെയോ അല്ലെങ്കിൽ കേരളത്തിലെയോ ഏതാണ്ട് അധികം സംഘങ്ങൾ ഇത്തരത്തിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത്രമാത്രം നിഷ്ഠയോടുകൂടി എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച വൈകുന്നേരം 6 മണിയാകുമ്പോൾ അംഗങ്ങൾ ഒത്തുചേർന്ന് ദൈവദശകം ചൊല്ലി ദൈവദശകം ചൊല്ലി ആരംഭിച്ച് നാരായണമൂർത്തെ ചൊല്ലി
ഗുരുസ്തവം ചൊല്ലി അവസാനിപ്പിക്കുന്ന ഒരു സംഘം. ആ സംഘം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഒരാളാണ് ഒരു സംഘത്തിലുള്ളത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗം എന്ന് പറയുന്നത് ഒരു കുടുംബം തന്നെയാണ്. ഇപ്പം കലേഷ് രാജു ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് എന്ന് പറഞ്ഞെന്നാലും ഈ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും എല്ലാ മെമ്പേഴ്സും ഒരു അംഗമായി പ്രവർത്തിച്ച് ട്രസ്റ്റിലെ അംഗമായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ ട്രസ്റ്റിലെ ഒരു അംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കുടുംബം എന്നാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു സങ്കല്പവും ഭാവനയും ഒരു സ്വയം സഹായ സംഘത്തിലോ ട്രസ്റ്റിലോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്തരത്തിലൊരു പാറ്റേൺ, ഒരു മാതൃക ഒരു സംഘങ്ങളിലും കാണാൻ കഴിയാത്തതാണ്. ഇപ്പോൾ കുടുംബശ്രീ സംഘങ്ങളുടെ ഇലക്ഷനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കുടുംബശ്രീയിലെ അംഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമാണ്, ഒരു വനിതാ മെമ്പർ മാത്രമാണ്. ആ മെമ്പർക്ക് ചില വോട്ടിൻ്റെ കാര്യത്തിൽ ചില റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്, അംഗത്വത്തിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇതൊന്നുമില്ലാതെ പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഈ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ അംഗങ്ങൾ, ഒരു അംഗം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ട് കുടുംബമായി ആണ് ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടതും. അത് ട്രസ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളിലും സുഖദുഃഖങ്ങളിൽ സന്തോഷവും സങ്കടവും ഉണ്ടാവും ഈ ട്രസ്റ്റിലെ അംഗങ്ങൾക്ക്. ആ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കേണ്ടത് കുടുംബസമേതമാണ്. അതാണ് ഈ സംഘത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ 20ാമത് അംഗമായി നമ്മുടെ സുകുമാരൻ സാറും കുടുംബവും നമ്മുടെ ട്രസ്റ്റിലേക്ക് പുതിയതായി എത്തിയവരാണ്. സാറിനെയും കുടുംബത്തെയും ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ട്രസ്റ്റിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ചാണ്. മറ്റുള്ള സംഘങ്ങളിൽ നിന്നും ഈ സംഘത്തെ വ്യത്യസ്തമാക്കുന്നത് ഒരു അംഗത്വം ഈ സംഘത്തിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കുടുംബത്തിലുള്ള എല്ലാവരും അംഗമാവുക എന്നാണ് ഈ സംഘത്തിലെ ഗുരുചൈതന്യ ട്രസ്റ്റിലെ അംഗത്വത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഒരാൾ മാത്രമല്ല, ആ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ചേരുന്നതാണ് ഒരു യൂണിറ്റ്. യഥാർത്ഥത്തിൽ ഗുരുചൈതന്യ ട്രസ്റ്റിൻ്റെ അംഗത്വം എന്ന് പറയുന്നത് അതൊരു യൂണിറ്റാണ്. എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റിൽ ഒരു കുടുംബത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേരും ആ ട്രസ്റ്റിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള നമ്മളുടെ വാർഷിക യോഗങ്ങളിലും അത്യാവശ്യ അടിയന്തര സന്ദർഭങ്ങളിലുമെല്ലാം പങ്കെടുക്കേണ്ടത് കുടുംബാംഗങ്ങൾ പൂർണ്ണമായിട്ടാണ്. ഞാൻ പറഞ്ഞ കാര്യം പെട്ടെന്ന് പറഞ്ഞ് പൂർത്തീകരിച്ച് ടീച്ചർ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉദ്ഘാടന കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇതാണ് ഈ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പാറ്റേൺ, അതല്ലെങ്കിൽ ഇതിൻ്റെ നിയമാവലി എന്ന് പറയുന്നത്. ഇതിലെ അംഗത്വം എന്ന് പറയുന്നത് ഒരു 4-5 വർഷത്തേക്കോ 8-10 വർഷത്തേക്കോ വേണ്ടി മാത്രം ഉള്ളതല്ല. യഥാർത്ഥത്തിൽ സംഘം ആരംഭിക്കുന്നത് 10-18 പേര് കൂടി, ആദ്യമേ 4-5 പേര് കൂടി ഇങ്ങനെ ഒരു ആശയം മുമ്പോട്ട് വെച്ചു. വിരിപ്പിൽ മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഒരാശയം മുമ്പോട്ട് വെച്ചു. നമുക്കിങ്ങനെ ഒരു പരസ്പരം ഒന്ന് സഹായിക്കാൻ, എല്ലാവർക്കും മക്കളൊക്കെ ഉണ്ട്, ഞങ്ങളന്ന് കുറച്ച് ഏറ്റക്കുറച്ചിലുള്ള പ്രായമുള്ളവരൊക്കെ ഉണ്ട് എങ്കിൽ പോലും എല്ലാവർക്കും മക്കളൊക്കെ ഉണ്ട്. അവരുടെ വിവാഹമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് 22 വർഷം മുമ്പ്, അതായത് 23 വർഷം മുമ്പ് ഈ സംഘത്തെക്കുറിച്ച് 1995 ഈ സംഘത്തെക്കുറിച്ച് മോഹനും അതുപോലുള്ള ഏതാനും ആളുകളും ചേർന്ന് ആലോചിച്ച്, എന്നെ കൂടി ചേർത്ത് ആലോചിച്ച് തീരുമാനമെടുക്കുമ്പോൾ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ഒരു വീട്ടിലൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായെന്നാൽ, ഒരു വീട് വെക്കുന്നതിനെ സംബന്ധിച്ചോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചോ അവരുടെ വിവാഹത്തെ സംബന്ധിച്ചോ ഒരാവശ്യം വന്നാൽ നമുക്കൊരു 20 വീട്ടുകാർക്ക് കൂടിയിട്ട് ഒന്ന് പരസ്പരം സഹായിക്കാം. അതിനുവേണ്ടി ഒരു നിക്ഷേപം, ഒരു 10-500 രൂപയുടെ നിക്ഷേപം മാസം നമുക്ക് വയ്ക്കാം. അങ്ങനെ ഒരു അടിയന്തര ആവശ്യം വന്നൊരു കാര്യം ഒരു വീട്ടിൽ നടക്കുമ്പോൾ ഒരു 40,000 രൂപ അന്നത്തെ കണക്കിന്
ഒരു 40,000 രൂപ ഒരു വീട്ടിലേക്ക് കൊടുക്കത്തക്ക രീതിയിൽ 23 വർഷം മുമ്പ് 40,000 രൂപ വലിയ തുകയായിരുന്നു. ഇന്ന് 40,000 രൂപ പലപ്പോഴും പലരും ഒരു മാസം ജോലി ചെയ്യുന്ന കാശിന്റെ പകുതിയൊക്കെ ചിലപ്പോൾ ഈ 40,000 രൂപ വരുള്ളൂ. ഏതാണ്ട് 4 നൂറ്റാണ്ട് മുമ്പ് ഈ സംഘം പിറവി കൊള്ളുമ്പോൾ 40,000 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് 4 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ഒരു വിഷമം അന്ന് ഈ 40,000 രൂപ ഉണ്ടാക്കാനുണ്ട്. ശരി, അന്ന് അങ്ങനെ രൂപീകരിച്ച് ഞങ്ങൾ അന്നൊരു 10 വർഷത്തെ ടാർഗറ്റ് മാത്രമേ ഇട്ടുള്ളൂ. 10 വർഷത്തെ ടാർഗറ്റ്. ആ 10 വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ എല്ലാവർക്കും ഇതിന്റെ ഗുണം കിട്ടണം എന്ന് ഞങ്ങൾ കരുതുകയും ആ 10 വർഷം പൂർത്തീകരിച്ചപ്പോൾ എല്ലാവർക്കും ഇതിന്റെ ഗുണം ലഭിക്കുകയും ചെയ്തു. ഒരു വിട്ടുവീഴ്ചയോ തർക്കമോ ഇല്ലാതെ വിവാഹത്തിന്, മക്കളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വീട് വെച്ചപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ 10 വർഷത്തിനുള്ളിൽ അംഗങ്ങൾ തമ്മിൽ ഈ കാശ് വിനിയോഗിച്ചിട്ടുള്ളത്. വളരെ സന്തോഷകരമായ കാര്യമാണ്. മക്കളുടെ വിവാഹത്തിന്, ഒരു പുര പണിതപ്പോൾ മക്കളുടെ വിവാഹത്തിന്, ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് 10 വർഷക്കാലം ഇതിന്റെ തുക നമ്മൾ വിനിയോഗിച്ചത്. വീണ്ടും പറഞ്ഞു നമുക്ക് 10 വർഷം പോരാ, ഇനി ഈ സംഘം മുമ്പോട്ട് പോകണം. അങ്ങനെയാണ് വീണ്ടും ഒരു 10 വർഷം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു. അതില് കാലത്തിന്റെ ഒഴുക്കിൽ 1-2 പേര് നമ്മളുടെ സംഘത്തിൽ നിന്ന് പിരിഞ്ഞു. നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട അംഗം നമ്മുടെ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞു. അദ്ദേഹം ദിവംഗതനായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അവർ കോട്ടയത്തേക്ക് താമസം മാറി. പിന്നെ 1-2 പേര് സ്ഥലം വിറ്റ് മാറി താമസമായി. അങ്ങനെ ഏതാനും പേര് മാത്രമേ ഇതിൽ നിന്നും തുടക്കം മുതൽ ഉള്ളവർ പിരിഞ്ഞു പോയിട്ടുള്ളൂ. അല്ലാത്തവരെല്ലാം ഇപ്പോഴും ഈ ട്രസ്റ്റിൽ തുടരുകയാണ്. അതിലെ ട്രസ്റ്റിലെ പേരുകാരനായ ഒരാൾക്ക് തുടരാൻ പറ്റാതെ വന്നപ്പോൾ അവരുടെ മക്കളെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കുടുംബം, അല്ലെങ്കിൽ ഈ യൂണിറ്റ്, ഈ വിരിപ്പിൽ രാജുവിൻ്റെ കുടുംബം. അദ്ദേഹത്തിന് നടക്കാൻ വയ്യാതെ കുറച്ചുകൂടി ഒതുങ്ങി ജീവിക്കേണ്ട ഒരു സാഹചര്യവും സന്ദർഭവും ഉണ്ടായപ്പോൾ കലേഷ് രാജുവിനെ ചുമതല ഏൽപ്പിക്കുകയും അദ്ദേഹത്തെ അംഗമായി തുടർന്ന് പരിഗണിക്കണമെന്ന് പറയുകയും ചെയ്തു. നമ്മുടെ ജിൻഡോ ട്രഷറുടെ കാര്യത്തിലും അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഏതായിരുന്നാലും നമ്മളുടെ ട്രസ്റ്റ് അപ്പോൾ ഒരു 10-20 വർഷം കൊണ്ട് പിരിച്ചുവിടുക എന്നുള്ള സങ്കല്പത്തിലല്ല ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. ഇത് തലമുറകളായിട്ട് തുടർന്നു പോകേണ്ട ഒരു 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 തുടർ പ്രക്രിയയാകണം എന്ന് കരുതിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ട്രസ്റ്റിൽ 20 അംഗങ്ങളാണ് പരിപൂർണമായിട്ടും ഉള്ളത്. അവരെല്ലാം പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും സഹവർത്തിത്വത്തോടെ പെരുമാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവദശകം ചൊല്ലി ആരംഭിച്ച് ഗുരുസ്തവം ചൊല്ലി അവസാനിപ്പിക്കുന്ന ഒരു സംഘം. അപ്പോൾ അതിലെ പ്രവർത്തനങ്ങളെല്ലാം ആ മഹാനുഭാവന്റെ നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അനുഗുണമായിട്ട് വേണമെന്ന് ഞങ്ങൾ കരുതാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഗുരുഭക്തരായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ സംഘത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. ഇത് നേരത്തെ ബ്ലോക്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ബ്ലോക്കിൻ്റെ ഭരണസമിതിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ രജിസ്ട്രേഷൻ അവർ തന്നെ, നമ്മളുടെ മാത്രമല്ല ഈ ഇടുക്കി ബ്ലോക്കിൻ്റെ മൊത്തം ഫീൽഡ് രജിസ്ട്രേഷൻ റദ്ദാക്കി. അതുകൊണ്ട് നമ്മളും അതിൽ നിന്ന് പുറകോട്ട് പോകുന്നു. ബ്ലോക്ക് കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കും പൈസ കൊടുത്തപ്പോൾ നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ നെൽകൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, കപ്പ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്, മറ്റ് പല കാര്യങ്ങളിലും നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 ലക്ഷം രൂപയുടെ ഒരു ചിട്ടി നമ്മൾ നടത്തി വരുന്നുണ്ട്. അത് വിജയകരമായി പോകുന്നു. ഇപ്പം ഏതാണ്ട് 8 പ്രാവശ്യത്തെ ഒരു കളക്ഷൻ പൂർത്തീകരിച്ച് അത് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് നമ്മളുടെ സഹവർത്തിത്വം തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു മോട്ടോ, ഒരു 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 ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നാരായണ ഗുരുവിൻ്റെ ദർശനമാണ്. നാരായണ ഗുരുവിൻ്റെ ദർശനമാണ് ഈ ട്രസ്റ്റിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ ഊന്നു നിന്നുകൊണ്ട് നമ്മൾ ധാരാളം
യാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, ടൂർ സംഘടിപ്പിച്ചിട്ടുണ്ട്, പഠനയാത്രകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, തീർത്ഥാടനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ട്, ചികിത്സാ സഹായം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് ഈ ട്രസ്റ്റിന് കഴിഞ്ഞ 22 വർഷമായി പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ തുടക്കം മുതൽ അവസാനം വരെ ട്രസ്റ്റിന്റെ ഓരോ യോഗം നടക്കുമ്പോഴും ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെ സംബന്ധിച്ച് ആ നാട്ടിൽ ആയിടയ്ക്കുണ്ടാകുന്ന പ്രധാന സംഭവങ്ങളെല്ലാം എല്ലാവരും അത് വിലയിരുത്തി സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു നാരായണ ഗുരുവിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു പ്രാധാന്യത്തെ സംബന്ധിച്ച് വിലയിരുത്തിക്കൊണ്ട് സംസാരിച്ചായിരിക്കും എല്ലാ യോഗങ്ങളും പര്യവസാനിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്ന് ഈ 22ാമത്തെ യോഗത്തിൽ എല്ലാ കുടുംബാംഗങ്ങളും 6 മണിക്ക് നമ്മൾ ആരംഭിക്കണമെന്ന് പറഞ്ഞതാണ്. അതിനിടയ്ക്ക് ടീച്ചർ അല്പം താമസിക്കുക, നമ്മളുടെ ഉദ്ഘാടക പഞ്ചായത്ത് പ്രസിഡന്റ് ഒരല്പം താമസിക്കും എന്ന് നമ്മളെ വിളിച്ചറിയിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഒരു അല്പം ലാഗ് ചെയ്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോയത്. എന്നാൽ പോലും അംഗങ്ങളും പൂർണ്ണമായി എത്തിയിരുന്നില്ല. ഒരല്പം വൈകിയാണ് എല്ലാവരും എത്തിച്ചേർന്നത്. ഇപ്പോൾ ഏതാണ്ട് മുഴുവൻ അംഗങ്ങളും 20 അംഗങ്ങളും പരിപൂർണമായി അവരുടെ കുടുംബാംഗങ്ങളും ഈ ധന്യമായ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 1-2 ചെറിയ കാര്യങ്ങൾ കൂടി അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാം നയിക്കുന്ന ഒരു പ്രധാന ദർശനം, വയലാർ പറഞ്ഞതുപോലെ എൻ്റെ ദർശനം ഇന്നതാണ് എന്ന്, ദുരിതം അനുഭവിക്കുന്നവരുടെ ദർശനമാണ് എൻ ദർശനമെന്ന് വയലാർ പറഞ്ഞതുപോലെ നാരായണ ഗുരുവിൻ്റെ ദർശനം എന്ന് പറയുന്നത് അത് വളരെ ലോകോത്തരമായ ഒരു ദർശനമാണ്. എന്ന് പറഞ്ഞാൽ അത് ഇന്ന് ലോകരാജ്യങ്ങൾ പഠന വിഷയമായിരിക്കുന്ന ദർശനമാണ്. അത് ശ്രീനാരായണീയർക്ക് മാത്രമല്ല, വൺ വേൾഡ് എന്ന് പറയുന്ന, ഏകലോകം എന്ന് പറയുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതിന് പ്രചാരം നൽകിയ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം മാതൃകയാക്കിയതും ലക്ഷ്യമാക്കിയതും അടിസ്ഥാനമാക്കിയതും നാരായണ ഗുരുവിന്റെ ദർശനങ്ങളാണ്. വൺ വേൾഡ് എന്നുള്ള ഒരു ആശയം ഈ ലോകത്തിന് സംഭാവന ചെയ്യാൻ ഐക്യരാഷ്ട്ര സഭയിലേക്ക്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNOയിലേക്ക് ഏകലോക സിദ്ധാന്തം എന്ന് പറയുന്ന വലിയ ആ ദർശനത്തെ കൊടുക്കുവാൻ വേണ്ടി പ്രചോദനമായത് ഈ കുഞ്ഞു കേരളത്തിന്റെ തെക്കേയറ്റത്ത് ജനിച്ച നാരായണ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഓരോരോ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നത് നാരായണ ഗുരുവിന്റെ കാലമാണ്. കാരണം എന്താണ്? അത് മിശ്രവിഭാഗമായെന്നാലും സാമ്പത്തിക വ്യവസ്ഥിതിയായെന്നാലും വ്യവസായമായാലും കൃഷിയായാലും എന്നു വേണ്ട മറ്റ് ധാരാളം ആചാര്യന്മാര്, ഗുരുക്കന്മാര് നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്നെല്ലാം ഗുരുവിനെ, നാരായണ ഗുരുവിനെ വ്യതിരിക്തമാക്കുന്നത്, വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ പുതുമയാർന്ന ദർശനമാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പുതുമയാർന്ന ദർശനം എന്ന് പറയുന്നത്? മിക്കവാറും മതങ്ങളും മതാചാര്യന്മാരുമെല്ലാം എങ്ങനെ മരണശേഷം നമ്മുടെ ആത്മാവിന് മോക്ഷം സിദ്ധിക്കാം എന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എല്ലാ മതങ്ങളും പ്രാധാന്യം കൊടുക്കുന്നത് ഈ ലോക ജീവിതത്തിനല്ല, പ്രാധാന്യം കൊടുക്കുന്നത് പരലോക ജീവിതത്തിനാണ്. മരിച്ചു കഴിയുമ്പോൾ നിന്റെ ആത്മാവ് മോക്ഷം പ്രാപിക്കണമെങ്കിൽ നീ ഇവിടെ എന്ത് അനുഷ്ഠിക്കണം എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഏറെയും ഈ ഭാരതത്തിൽ നടന്നു പോരുന്നത്. എന്നാൽ ഗുരുവിന്റെ ദർശനം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബന്ധവുമുള്ള കാര്യമല്ല. അദ്ദേഹം പറയുന്നു, നല്ല രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആധ്യാത്മികത മാത്രം പോരാ. ഏതാണ്ട് ഈ ദർശനത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ദർശനമാണ് വിവേകാനന്ദനും നൽകിയത്. അദ്ദേഹവും പറഞ്ഞു, ഭഗവത്ഗീത വായിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഫുട്ബോൾ കളി. പെട്ടെന്ന് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ആവേശമുണ്ടാകും, പ്രായം ചെന്നവർ തെറ്റി വിളിക്കും. എന്താ? ഭഗവത്ഗീത വായിക്കുന്നതിന് തുല്യമാണ് ഫുട്ബോൾ കളി. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വാക്കാ. നാരായണ ഗുരുവും ഇതിന് സമാനമായോ ഇതിന് കുറച്ചുകൂടി അപ്പുറത്ത് കടന്നിട്ടോ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. ഈ ലോകത്ത് നന്നായി ജീവിക്കണം, വ്യാവസായികമായി പുരോഗതി നേടണം,
കാർഷികമായി പുരോഗതി നേടണം, വിദ്യാഭ്യാസപരമായി പുരോഗതി നേടണം, നല്ല ഒരു ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടാക്കാൻ സമ്പത്ത് ആവശ്യമാണ്. അതിന് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകണം, അതിന് വ്യാവസായികമായ പുരോഗതി ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യണം. വളരെ സിമ്പിളായിട്ട് വലിയ ആചാര്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയൽക്കാരെ സ്നേഹിക്കണം. നാരായണ ഗുരുവും നമുക്കിത് മനസ്സിലാകുന്ന തരത്തിൽ എത്ര സിമ്പിളായിട്ടാണ് പറയുന്നത്. അവൻ ഇവൻ എന്നതോർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം, അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരേണം. അയല് തഴപ്പതിനായി അതിപ്രയത്നം നയമറിയുന്നവരൻ ആചരിച്ചിടണം. നല്ല അയൽവക്ക ബന്ധം ഉണ്ടാവണം. ഇന്ന് ഇപ്പോൾ പലപ്പോഴും നേരത്തെയൊക്കെ അയൽവക്കത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു, അതിന് വന്നുമായിരുന്നു, ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ ആ പ്രശ്നമില്ല. കാരണം ആർക്കും ഭൂമിയുടെ ആവശ്യമില്ല. ഒരു 5-10 സെന്റ് സ്ഥലം മതി. കൂടുതൽ സ്ഥലം ഉണ്ടെങ്കിൽ ആരെങ്കിലും കൃഷി ചെയ്തോ, ആരെങ്കിലും വിളവെടുത്തോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഗുരു പറഞ്ഞു, അയല് തഴപ്പതിനായി അതിപ്രയത്നം. ചെറിയ പ്രയത്നം പോരാ, നമ്മുടെ അയൽവക്കം നന്നായിരിക്കാൻ നമുക്ക് വലിയ പങ്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, അയല് തഴപ്പതിനായി അതിപ്രയത്നം ചെയ്യണം. ചെറിയ പ്രയത്നം ചെയ്താൽ പോരാ, അടിവരയിട്ട അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചു വേണം. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ലോകത്ത് നന്നായി ജീവിക്കാം, അതിന്റെ ആചാര്യനാണ് നാരായണ ഗുരു. എങ്ങനെ നമുക്ക് ഈ ലോകത്ത് നല്ല വിദ്യാഭ്യാസം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തത്വമാണ്. ഇന്ന് ലോകരാജ്യങ്ങളിലെല്ലാം മലയാളികൾ പോവുകയും ജോലി ചെയ്യുകയും നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? നല്ല വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാന്യായ പഞ്ചായത്ത് പ്രസിഡന്റ് കോമളം ടീച്ചർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഗുരുചൈതന്യ ട്രസ്റ്റിന്റെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, കമ്മിറ്റി അംഗങ്ങൾ, നമ്മുടെ വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട എല്ലാവരുടെയും പേരിൽ ഹൃദ്യമായി ടീച്ചറിന് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ യോഗത്തിലേക്ക് ആശംസിക്കുന്നു. ഗുരു നമുക്ക് അത്ര വലിയ ദീർഘദർശനത്തോടു കൂടിയാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും കൃഷിയെ സംബന്ധിച്ചും ഒക്കെ പറഞ്ഞത്. ഈ ലോകത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ, ഒരു പ്രാവശ്യം മാത്രം കൃഷി ഇറക്കിയിരുന്ന കാലാവസ്ഥക്കനുസരിച്ച് ഒരു പ്രാവശ്യം മാത്രം കൃഷി ഇറക്കിയിരുന്ന ഈ കേരളത്തിൽ നെൽകൃഷിയാണെങ്കിലും അത് ഇരിപ്പൂ നിലങ്ങളും ഉപ്പൂ നിലങ്ങളുമാക്കി മാറ്റണം, കൃഷി ശാസ്ത്രീയമാക്കണം എന്ന് ആദ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവനാണ്. അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരാകണം, വ്യവസായം കൊണ്ട് അഭിവൃദ്ധി നേടണം എന്ന് തുടങ്ങി ലോകോത്തരമായ സന്ദേശങ്ങൾ നൽകിയാണ് നമ്മെ പ്രബുദ്ധരാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് ധാരാളം നല്ല കൃതികൾ കൂടി എഴുതി അദ്ദേഹം നമ്മെ സഹായിച്ചിട്ടുണ്ട്. സ്തോത്രകൃതികൾ മാത്രമല്ല, ആളുകൾക്ക് പ്രാർത്ഥന ചൊല്ലാൻ കഴിയുന്ന കുറെ കൃതികൾ എഴുതിയിട്ടുണ്ട്. അത് സ്തോത്രകൃതികൾ എന്ന് പറയും. വേറെ ചില കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ദാർശനിക കൃതികൾ. ദർശനം എന്ന് പറഞ്ഞാൽ ഈ ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് ഈ ലോകം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ദാർശനികമായ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പലതരത്തിൽ ഉള്ള കൃതികൾ, വെറുതെ ഇങ്ങനെ വാക്കുകൾ കൊണ്ട് കൊച്ചുകുട്ടികളെ രസിപ്പിക്കുന്ന തരത്തിലുള്ള കൃതികൾ, അതോടൊപ്പം തന്നെ ഭക്തിസാന്ദ്രമായ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലെ ഏറ്റവും വിശിഷ്ടമാണ് ദൈവദശകം എന്ന് കരുതുന്നു. ആ ദൈവദശകം ചൊല്ലിയാണ് നമ്മളുടെ ഓരോ പ്രവർത്തനവും ഓരോ പരിപാടികളും നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ പാതാരബിന്ദങ്ങളിൽ നമിച്ചുകൊണ്ടും അതുപോലെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടും കൂടുതൽ കൂടുതൽ പഠിച്ച് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഗുരു മറ്റ് ഒരു കൃതികളും നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ദൈവദശകം എന്ന് പറയുന്ന ആ കൃതി
കൂടുതൽ കൂടുതൽ അടുത്തറിയാനുള്ള ഒരു സന്മനോഭാവം നമുക്ക് ഉണ്ടാവണം. ദൈവദശകത്തെ അടുത്തറിയുമ്പോൾ അത് ജനകീയ ഉപനിഷത്ത് എന്നാണ് പറയപ്പെടുന്നത്. ജനകീയ ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അങ്ങനെ നമുക്കറിയാൻ പറ്റാതെ കിടക്കുന്നതിനെ അടുത്തറിയിച്ചു തരിക എന്നുള്ളതാണ് ഉപനിഷത്ത് വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുരു അത് ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർക്കും ഭൗതിക ജീവിതം നയിക്കുന്നവർക്കും ഒരുപോലെ സ്വീകാര്യമായ ഒരു പ്രാർത്ഥന എഴുതി അതോടൊപ്പം തന്നെ അതിൽ തത്വശാസ്ത്രങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിൽ തത്വശാസ്ത്രങ്ങൾ നമുക്കായി ലളിതമായ ഭാഷയിൽ പറഞ്ഞു വെച്ചുകൊണ്ട് അത് വളരെ ക്ലിഷ്ടമായിട്ടല്ല അത് വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാകുന്ന തരത്തിൽ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് ആ പ്രാർത്ഥന നാളുകളിൽ അത് വേൾഡ് പ്രയർ ആകാൻ പോവുകയാണ്. ഇന്ത്യയുടെ ഒരു ദേശീയ പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരിയായി UNO വരെ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ലോകത്തിന് ഒരു പ്രാർത്ഥന വേണം. പ്രത്യേകിച്ച് ഒരു മതം അല്ലാതെ ദൈവത്തെ സ്മരിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന ഈ ലോകത്തിന് ആവശ്യമാണെന്ന് അടുത്ത കാലത്തായി നമ്മളുടെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ചിന്തിച്ചു തുടങ്ങി. ഭാരതം അതിന് മുമ്പ് തന്നെ ചിന്തിച്ചു തുടങ്ങി. അവിടെയെല്ലാം നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ദൈവദശകം പോലെ ഏകലോകത്തിലേക്ക് നയിക്കുന്ന പ്രത്യേകിച്ചൊരു ദൈവത്തിൻ്റെ കാര്യം പറയാതെയുള്ള ഈശ്വര സ്മരണ എന്ന് പറയുന്നത് അത് ഉണർത്താൻ ദൈവദശകത്തിന് കഴിയുന്നത് പോലെ മറ്റൊന്നിനും കഴിയുന്നില്ല. ഏത് തരത്തിലുള്ള മതവിഭാഗക്കാർക്കും സ്വീകാര്യമാണ്. ചില മതങ്ങളൊക്കെ ദൈവം സ്വർഗസ്ഥിതനാണെന്നും മനുഷ്യൻ ഇവിടെ സ്വർഗസ്ഥിതനായി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കഴിയണമെന്നും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്തരം ചിന്താഗതികൾ ഈ ലോകത്ത് വളരെയേറെ വ്യാപിച്ചിട്ടുണ്ട്. ആ ചിന്താഗതിക്ക് അനുകൂലമാണ് ദൈവദശകം. അതേസമയം തന്നെ എല്ലാം ഇവിടെയാണ് എന്ന് പറയുന്ന ചിന്താഗതിക്ക് അനുഗുണമാണ് ദൈവദശകം. ചുമ്മാ വെറുതെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്. അപ്പൊ ദൈവം സ്വർഗസ്ഥിതനാണെങ്കിൽ അതിനെ പരിഗണിക്കത്തക്ക തരത്തിലാണ് ആ ചിന്ത ഉയർന്നിട്ടുള്ളത്. കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. അപ്പോൾ ദൈവം സ്വർഗസ്ഥിതനായിരിക്കുകയും മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുകയും ചെയ്യുന്ന അതേ വിചാരമുണ്ടെങ്കിൽ അതിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. അതേസമയം തന്നെ തൊട്ടടുത്ത ലൈനിൽ പറയുകയാണ്, ദൈവം എന്ന് പറഞ്ഞാലോ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വിഷമിക്കുന്നത് അച്ഛനമ്മമാർ എന്നെ അംഗീകരിക്കുന്നില്ല, മക്കളുടെ പരാതിയാണ്. അച്ഛനമ്മമാർ എന്നെ അംഗീകരിക്കുന്നില്ല, എനിക്ക് വേണ്ട പരിഗണന തരുന്നില്ല. മക്കളുടെ പരാതി അച്ഛനമ്മമാർ പരിഗണിക്കുന്നില്ല, അച്ഛനമ്മമാരുടെ പരാതി മക്കൾ എന്നെ കാര്യമായി പരിഗണിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർത്തു നോക്കിയേ, നാരായണ ഗുരു വെറുതെ നമ്മളോട് പറയുക, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരൻ. നമ്മുടെ മനസ്സിൽ വേറെ പല ദൈവങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ശ്രീനാരായണ ഗുരു പറയുകയാണ്, അന്നം, ആഹാരം, വസ്ത്രം, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ. അപ്പൊ കുട്ടി ആലോചിക്കുകയാണ്, എൻ്റെ ദൈവം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാ. കാരണം എന്താ? എനിക്ക് അന്നവസ്ത്രാദി മുട്ടാതെ തരുന്നത് അച്ഛനാണെന്ന് പറയാൻ യാതൊരു മടിയും മക്കൾക്ക് ഉണ്ടാവില്ല. പ്രായം ചെന്ന മക്കളുടെ അടുത്ത് അച്ഛനമ്മമാരെന്ന് പറയും, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് എന്നെ ധന്യനാക്കുന്നത് എൻ്റെ മകനാണ്, എൻ്റെ മകളാണ് എന്ന് പറഞ്ഞെന്നാൽ എൻ്റെ ദൈവം ആരായി മാറും? എൻ്റെ മകളായി മാറും എൻ്റെ ദൈവം. അപ്പോൾ ഒരേ സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ദൈവമാണ്, ഒരേ സമയത്ത് എൻ്റെ മക്കൾ എൻ്റെ ദൈവമാണ്. നമുക്ക് പറയാൻ കഴിയുമോ? നമ്മൾ ഗുരുഭക്തരാണെന്ന് പറഞ്ഞ് നടക്കുക, അതേസമയം തന്നെ മക്കൾ ദൈവമാണെന്ന് പറയാൻ മടിക്കുന്ന അച്ഛനമ്മമാർ, അച്ഛനമ്മമാർ ദൈവമാണെന്ന് പറയാൻ മടിക്കുന്ന മക്കൾ, അല്ലേ? നമുക്ക് വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മൾ നേരത്തെ തന്നെ സഹിക്കവയ്യാതെയാകുന്ന സന്ദർഭത്തിൽ നമ്മളിൽ ചിലപ്പോൾ നെഗറ്റീവ് ഭക്തി ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപരീതമായ ദൈവിക ചിന്ത നമ്മളിൽ ഉണ്ടാകും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇത്രയും കാലവും ഞാൻ പൂ കെട്ടിക്കൊടുത്തിട്ടും, ഇത്രയും കാലവും ഞാൻ മാല ചാർത്തിയിട്ടും, ഞാൻ തിങ്കളാഴ്ച നോയമ്പെടുത്തിട്ടും, ഞായറാഴ്ച വ്രതം എടുത്തിട്ടും എനിക്കിതാണല്ലോ അനുഭവം എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ധാരാളം മനുഷ്യര് ഈ ലോകത്തുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നവർ. എങ്ങനെയാണ്? ഞാൻ ഈ അർച്ചനകളും പ്രാർത്ഥനകളും എല്ലാം
അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം. ഇതെല്ലാം ഈശ്വര ചിന്തയുടെ ഭാഗമാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും എനിക്കിതാണല്ലോ അനുഭവം എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ നമ്മളുടെ ഈ ലോകത്തുണ്ട്. ഗുരുവും അങ്ങനെ നെഗറ്റീവ് ഭക്തിയിലൂടെ പോയിട്ടുണ്ട്. അദ്ദേഹം കുന്നുംപാറ ക്ഷേത്രത്തിലെ ഒരു പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഒരു സുബ്രഹ്മണ്യാഷ്ടകം ഒരു കൃതി അദ്ദേഹം എഴുതി. അദ്ദേഹം ആ കൃതിയിൽ ശിവനെ പരിഹസിച്ചു, സുബ്രഹ്മണ്യനെ പരിഹസിച്ചു, എല്ലാവരെയും പരിഹസിച്ചു. പ്രത്യേകിച്ച് ശിവകുലത്തിലുള്ള സുബ്രഹ്മണ്യനെയും ശിവനെയും. കണ്ണുണ്ട് ഈരാറ് കാതും കരവും അത് കണക്കുണ്ട്. കണ്ണുണ്ട് ഈരാറ് എന്ന് പറഞ്ഞാൽ 12, കര കയ്യുമുണ്ട് അതുപോലെ. ഇതെല്ലാം നിനക്കുണ്ട്, എന്നിട്ട് എന്നെ അനുഗ്രഹിക്കാൻ ഒരു കൈ പോരെ, നീ എന്താ എന്നെ അനുഗ്രഹിക്കാത്തത്? ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് ഭക്തി എന്ന് പറയുന്നത്. കരവും അത് കണക്കുണ്ട്, എന്നിട്ട് വളരെ ഗുരു എഴുതിയതാണോ എന്ന് പോലും തോന്നിക്കുന്ന തരത്തിൽ ഒരു കൃതി ഈ കൃതിയിൽ പറയുകയാണ്. അല്ലെങ്കിലും നീ എന്നോട് സഹകരിക്കാൻ എനിക്കറിയാം. കാരണം എന്താ? നിന്റെ അപ്പനെ എനിക്കറിയാം. ആരാണ്? ശിവൻ. സുബ്രഹ്മണ്യന്റെ കാര്യം പറയുക. ശിവൻ. നിന്റെ അച്ഛനെ എനിക്കറിയാം, തകപ്പൻ. അവനുണ്ടല്ലോ അങ്ങനെ കുടം നിറച്ച് കള്ളും കുടിച്ച് അങ്ങനെ നിർമ്മാണം പോലെ നടക്കുക. എന്താ നിർമ്മാണം പോലെ നടക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ നടക്കുക, തുണി കൊടുക്കാതെ നടക്കുക. അപ്പോൾ ശിവന്റെ കാര്യം പറയുക. നിന്റെ തകപ്പനെ എനിക്കറിയാം, അയാളും ഇങ്ങനെ ഗുണമില്ലാത്തവനാ. ഇതെല്ലാം നാരായണ ഗുരുവിന്റെ കൃതിയാണെന്ന് ഓർക്കണം. ഇതെല്ലാം പറയുകയാണ്. കണ്ണുണ്ട് ഈരാറ് കാതും കരവും അത് കണക്കുണ്ട്, എന്നിട്ട് നീ എന്തേ എന്നെ അനുഗ്രഹിക്കാത്തത്? എന്തേ നീ എന്നെ ഒന്ന് നോക്കാത്തത്? ഞാനിവിടെ ഇത്രയും കഷ്ടപ്പെട്ട് കഴിയുകയല്ലേ എന്ന് പറഞ്ഞു. സുബ്രഹ്മണ്യനോട് പറഞ്ഞു, ശിവനോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചാരമൊക്കെ വാരി പൂശി പുലിത്തോലെടുത്ത് നീ ഇങ്ങനെ നടക്കും. നീ എന്താ എന്നെ ഒരു കണ്ണുകൊണ്ടെങ്കിലും കണ്ട് എന്നെ അനുഗ്രഹിക്കാത്തത്? ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല. അവസാനം ഇതെല്ലാം പറഞ്ഞെങ്കിലും ഈ നെഗറ്റീവ് ഭക്തിയുടെ അവസാനം നാരായണ ഗുരു പറയുകയാണ്, എനിക്ക് ഈ സന്യാസവും ഇതെല്ലാം ഇങ്ങനെ തട്ടിപ്പെരുക്കി പെരുവഴിയതിലാക്കി ഇടുവാൻ പിന്നെയാട്ടെ ഉത്തിഷ്ടോത്തിഷ്ട ശീക്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ എന്ന് പറഞ്ഞ എന്താണ്? ഇനിയും സന്യസിച്ച് എനിക്കൊരു മോക്ഷം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? എന്റെ സമൂഹത്തിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത്, ഭാരതത്തിൽ ധാരാളം ആളുകൾ എന്താണ് മദ്യം കഴിച്ചും മധുരയത് കുടിച്ചും കിടക്കുന്ന ജനങ്ങളുണ്ട്. അവരെയെല്ലാം അതില് SNDP-ക്കാര് മാത്രമല്ല, ഇന്ന വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞില്ല. എന്താണ്? അങ്ങനെയെല്ലാം കിടക്കുന്ന കുറെ ആളുകൾ ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് അവരെയെല്ലാം ഉത്തിഷ്ടോത്തിഷ്ട ശീക്രം, വേഗം അവരെ എനിക്ക് എഴുന്നേൽപ്പിക്കണം. അവർക്ക് വിദ്യ വേണം, അവർക്ക് വ്യവസായം വേണം, അവർക്ക് വസ്തു വേണം, അവർക്ക് കൃഷി വേണം, അവർക്ക് വാണിജ്യം വേണം, അവർക്ക് ആരോഗ്യം വേണം. ഗുരുവിന്റെ ദർശനമാണ്. ഇതെല്ലാം കൊണ്ട് അവരെ എനിക്ക് ഉയർത്തണം. അതുകൊണ്ട് നിന്റെ 12 കണ്ണിൽ ഒരു കണ്ണ് എന്നെ കൂടി നോക്കണം, നിന്റെ 12 കയ്യിൽ ഒരു കൈ കൊണ്ടെങ്കിലും എന്നെ കൂടി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, എന്താണ്? നമുക്ക് ഈ കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം ഉണ്ടായെന്നാലും എന്തായിരിക്കണം നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം? സ്പഷ്ടം നിലാവങ്ങു പൊങ്ങി. എന്താണ്? ഈ ദുഃഖങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും പ്രതീക്ഷയുടെ നിലാവ് അങ്ങനെ ഉദിച്ചു വരികയാണ്. സ്പഷ്ടം നിലാവങ്ങു പൊങ്ങി. അതുകൊണ്ട് എനിക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീക്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. അങ്ങനെ താഴ്ന്നുപോയവരെ ഉയർത്താൻ ഉള്ളൊരു വിദ്യ. നീന്തലറിയാൻ വയ്യാത്തവൻ മുങ്ങിപ്പോയവനെ രക്ഷിക്കാൻ ചാടിയെന്നാൽ അവസ്ഥ അവന് മുങ്ങിപ്പോവും. അടങ്കൽ പിടിക്കും മുങ്ങിയവൻ മരണവെപ്രാളം കൊണ്ട്. അതുകൊണ്ട് നാരായണ ഗുരു പറഞ്ഞു, ഇത് ലോകത്ത് വേറൊരിടത്തും കാണാൻ കഴിയാത്ത ദർശനമാണ്. എന്താ ദർശനം? ഉത്തിഷ്ടോത്തിഷ്ട ശീക്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിരിപ്പോൾ. എനിക്ക് ഈ നദിയിൽ മുഴുകണം. മുഴുകിയിട്ടോ അതിൽ ആണ്ടുപോയ കുറെ ആളുകളുണ്ട്, അവരെയെല്ലാം പൊക്കിയെടുക്കണം. അതിനകത്തൊരു പ്രത്യേക വിഭാഗത്തെ ഒന്നും ഗുരു പറഞ്ഞില്ല. അങ്ങനെ വളരെ ദൈന്യത അനുഭവിക്കുന്ന മനുഷ്യരെയെല്ലാം പൊക്കിയെടുക്കണം എന്ന് പറഞ്ഞ യുഗാചാര്യനാണ് നാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ ദർശനമാണ് ഈ ട്രസ്റ്റിനെ മുമ്പോട്ട് എക്കാലവും കഴിഞ്ഞ 23-22 വർഷമായി നയിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് ഇത് മാത്രമേ ഉള്ളൂ. ദൈവദശകം ചൊല്ലി ആരംഭിച്ച് ഉരുസ്തവം ചൊല്ലി അവസാനിപ്പിച്ച് എല്ലാ മാസവും 1-ാം ഞായറാഴ്ച കൂടിയിരുന്ന് നാട്ടിലെ കാര്യവും വീട്ടിലെ കാര്യവും കുടുംബകാര്യവും രാഷ്ട്രീയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും
എല്ലാം ആർക്കും എല്ലാ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരും ഈ ട്രസ്റ്റിലുണ്ട്. അവരെ എല്ലാം തുറന്ന മനസ്സോടുകൂടി പല നാട്ടുകാര്യങ്ങളും ചർച്ച ചെയ്ത്, കൃഷിഭവന്റെ കാര്യം ചർച്ച ചെയ്ത്, കൃഷിയുടെ കാര്യം ചർച്ച ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു ട്രസ്റ്റാണിത്. അതുകൊണ്ട് ഇതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് ഏറെ സന്തോഷമാണ്. എൻ്റെ കുടുംബാംഗങ്ങൾക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ കുടുംബാംഗങ്ങളല്ല, ഞാൻ കുടുംബാംഗങ്ങളെ എന്ന് സംബോധന ചെയ്യുന്നത് ഈ 20 വീട്ടിലെയും അംഗങ്ങളാണ്. ആ അംഗങ്ങൾ എൻ്റെ സഹപ്രവർത്തകർ, പ്രകാശ് സാറിനെ പോലെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ എല്ലാവരും ഏക മനസ്സോടുകൂടി ഈ ഗുരു പണ്ട് പറഞ്ഞതുപോലെ ഉത്തിഷ്ടോത്തിഷ്ട ശീക്രം, നമ്മൾ സ്വയം നന്നാവണം, മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കണം, കുടുംബം നന്നാവണം. അവിടെ എവിടെയെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കണം. ഈ കുടുംബത്തെ എവിടെയാണ് പ്രശ്നമെന്ന് നമ്മൾ ചിന്തിക്കണം. അതെല്ലാം മറന്നും പുറത്തും നന്നായി മുമ്പോട്ട് പോകാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന മഹാഗുരുവിൻ്റെ സ്മരണയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നതും ഈ വാർഷികം ആഘോഷിക്കുന്നതും. കുട്ടികളുടെ ലളിതമായ പരിപാടികളുണ്ട്, ചെറിയ മറ്റ് പരിപാടികൾ, കലാപരിപാടികളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ടീച്ചർ വരാൻ താമസിച്ചതുകൊണ്ട് അല്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കാട് കയറി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ധന്യ മുഹൂർത്തം, അതായത് നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ 22ാമത് വാർഷികവും 23ാമത്തെ പ്രവർത്തന ആരംഭവും സമുചിതമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും അതിഥികളുടെയും എല്ലാം പൂർണ്ണമായ സമ്മതത്തോടു കൂടി ടീച്ചറിനെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട കമലാസന സാറ്, പ്രകാശ് സാറ്, ഷാജി, ശാഖ യോഗം പ്രവർത്തകർ ഷൺമുഖദാസ്, കലേഷ്, ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ വരാൻ ഇച്ചിരി താമസിച്ചു പോയത്, തട്ടേക്കണ്ണിൽ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പം നാളെ പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഇന്ന് പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് വരാൻ താമസിച്ചത്. സാറ് വിശദമായ എല്ലാവർക്കും മനസ്സിലാകുന്ന വളരെ ഭംഗിയായ ഒരു ക്ലാസ്സാണ് നമുക്ക് എടുത്തു തന്നത്. അത് നമ്മളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കൂട്ടായ്മകൾ നമുക്ക് വളരെ നല്ലതാണ്. ഈ ഗുരുചൈതന്യ ട്രസ്റ്റ് 22 വർഷമായിട്ട് ഒരു മുടക്കവും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും വാർഷികം വളരെ ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. ഇനിയും ഇവിടെ കുറേ പരിപാടികളൊക്കെ നടക്കാനുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ ട്രസ്റ്റ് ഈ സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാണ്. 22 വർഷമായിട്ട് ഒരു മുടക്കവും കൂടാതെ നടക്കുന്ന ഈ ട്രസ്റ്റിന് ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ മഹനീയമായ വാർഷിക പൊതുയോഗത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടതും ചുരുളി SNUP സ്കൂളിൽ 38 വർഷത്തെ സേവനത്തിന് ശേഷം നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി നമ്മോടൊപ്പമുള്ള നമ്മളിൽ ഒരാളായ ടീച്ചർ നമ്മളെ എത്തിച്ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ടീച്ചറിനോടുള്ള നന്ദി പ്രത്യേകമായി ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തത് നമുക്ക് ഒരു സംഗീതമാണ്. വിദ്യാപ്രകാശ് അവതരിപ്പിക്കുന്നു.
ഹിന്ദി പാട്ടാണ് പാടിയത്, നല്ലൊരു കൈയ്യടി കൊടുക്കാം.